ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ എ ഷീൽഡ് ഓഫ് കറേജ് എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓരോന്നും നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി അശോക ചക്ര? അപ്പോൾ അശോക ചക്രത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ദി അശോക ചക്ര ഈസ് ഇന്ത്യാസ് ഹയസ്റ്റ് പീസ് ടൈം ഗാലൻട്രി അവാർഡ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഒരു പുരസ്കാരമാണ് അശോക ചക്ര അവാർഡ്. It is awarded to individuals for their exceptional bravery and sacrifice in the face of danger. അപ്പോൾ അപകട സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ധൈര്യം കാണിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയോ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഇത്. നീർജ ബാനോട്ട് വാസ് posthumously awarded the Ashoka Chakra for her courageous actions during the hijacking of Pan AM Flight 73, where she sacrificed her life to save passengers. അപ്പോൾ ഈ അവാർഡ് നൽകപ്പെടുന്നത് നീർജ ബാനോട്ട് എന്ന വ്യക്തിക്ക് വേണ്ടിയാണ്. പക്ഷേ ദിസ് അവാർഡ് വാസ് അവോർഡഡ് പോസ്റ്റ്യുമസ്ലി എന്ന് വെച്ചാൽ മരണാനന്തരമാണ്. ആ വ്യക്തിയുടെ മരണത്തിന് ശേഷം ആ വ്യക്തിയുടെ കുടുംബക്കാർക്ക്, കുടുംബത്തിലുള്ള മറ്റാളുകൾക്കാണ് ഈ ഒരു അവാർഡ് നൽകപ്പെടുന്നത്. It was awarded to her mother and father. Ashoka Chakra for her courageous actions during the hijacking of Pan AM Flight 73. അപ്പോൾ ഈ ഒരു Pan AM Flight 73-ലെ ഉണ്ടായ ഹൈജാക്കിങ്ങിൽ യാത്രക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവൻ നൽകിയതിനാണ് ഇവർക്ക് മരണാനന്തരമായി ഈ അശോക ചക്ര അവാർഡ് നൽകിയത്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് അബൌട്ട് നീർജാസ് ഏർലി ലൈഫ്? നീർജയുടെ ആദ്യ കാല ജീവിതത്തെക്കുറിച്ചുള്ള എന്ത് ഇൻഫർമേഷനാണ് നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് ലഭിക്കുന്നത്? അപ്പോൾ നീർജ ബാനോട്ട് വാസ് ബോൺ ഓൺ September 7, 1963 in Chandigarh, India. She grew up in a loving and supportive family which played a significant role in shaping her character. അപ്പോൾ 1963 സെപ്റ്റംബർ 7 ചണ്ഡീഗറിലാണ് നീർജ ബാനോട്ട് ജനിക്കുന്നത്. അപ്പോൾ നല്ല സ്നേഹവും പിന്തുണയൊക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ് വളർന്നു വന്നത്. അത് നല്ലൊരു ക്യാരക്ടർ ഫോർമേഷൻ അവരെ സഹായിച്ചു. അപ്പോൾ ഒരു വിമാനത്തിലെ ജീവനക്കാരി ആവുന്നതിന് മുൻപ് ഇവർ ഒരു മോഡലായിട്ടാണ് ഇവരുടെ കരിയർ ആരംഭിക്കുന്നത്. ബിഫോർ ബിക്കമിങ് എ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ഷീ സ്റ്റാർട്ടഡ് ഹെർ കരിയർ ആസ് എ മോഡൽ, ഷോക്കേസിങ് ഹെർ എലഗൻസ് ആൻഡ് കോൺഫിഡൻസ്. അപ്പം നല്ല ആത്മവിശ്വാസവും ആകർഷണവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു മോഡലായിട്ടാണ് ആദ്യം ആരംഭിച്ചത്. അതിനുശേഷം പിന്നീട് വിമാനത്തിലെ ഒരു ജീവനക്കാരിയായി മാറുകയാണ് ചെയ്തത്. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. വാട്ട് ക്വാളിറ്റീസ് ഓഫ് നീർജ ഹെൽപ്ഡ് ഹെർ ബിൽഡ് എ റെപ്യൂട്ടേഷൻ ഇൻ ദ എയർലൈൻ ഇൻഡസ്ട്രി? അപ്പോൾ നീർജയുടെ എന്തെല്ലാം കഴിവുകളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ഗുണങ്ങളാണ് അവരെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള കഴിവുകൾ ഉയരത്തിലെത്താൻ, വിജയത്തിലെത്താൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നുണ്ടോ? നീർജ വാസ് നോൺ ഫോർ ഹെർ പ്രൊഫഷണലിസം. അപ്പോൾ തൻ്റെ ആ ഒരു വർക്കിനോടുള്ള അവരുടെ ആത്മാർത്ഥത, ഡെഡിക്കേഷൻ, കോൺഫിഡൻസ്, ആത്മവിശ്വാസം, അതുപോലെ വളരെ വേഗത്തിൽ ചിന്തിക്കാനുള്ള കഴിവ്, ക്വിക്ക് തിങ്കിങ്. ദിസ് ക്വാളിറ്റീസ് ഹെൽപ്ഡ് ഹെർ ബിൽഡ് എ സ്ട്രോങ് റെപ്യൂട്ടേഷൻ ഇൻ ദ എയർലൈൻ ഇൻഡസ്ട്രി. അപ്പോൾ ഈ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു ഫീൽഡിൽ ഉയർന്ന ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഇവർക്ക് സാധിച്ചു. യെസ്, ഐ ബിലീവ് സച്ച് ക്വാളിറ്റീസ് ആർ എസെൻഷ്യൽ ഫോർ സക്സസ് ബിക്കോസ് ദേ എനേബിൾ ഇൻഡിവിജ്വൽസ് ടു ഹാൻഡിൽ ചലഞ്ചസ് എഫക്റ്റീവ്ലി. അപ്പോൾ ഈ കഴിവുകളുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും വെല്ലുവിളികളൊക്കെ വരുമ്പോൾ അതിനെ ഫലപ്രദമായി സമ്മർദ്ദങ്ങളില്ലാതെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു. Such people can handle challenges effectively, make critical decisions under pressure and earn the trust and respect of others. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിശ്വാസവും ആദരവും ഒക്കെ നേടാൻ കഴിയും ഇത്തരം കഴിവുകളുള്ള വ്യക്തിക്ക്. ഇനി അടുത്ത ചോദ്യം, വാട്ട് വെർ ദ ഡിമാൻഡ്സ് ഓഫ് ദ ഹൈജാക്കേഴ്സ്? അപ്പോൾ ഈ വിമാനം റാഞ്ചികൾ അല്ലെ വിമാനം തട്ടിയെടുത്ത ആളുകളുടെ ഡിമാൻഡ് എന്തൊക്കെയായിരുന്നു? The hijackers demanded the release of certain prisoners and threatened to kill the passengers if their demands were not met. അപ്പോൾ ഇവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ചില തടവുകാരായിട്ടുള്ള ആളുകളെ മോചിപ്പിക്കണം.
ഇവരുടെ കൂടെയുള്ള ചില ആളുകൾ, നേരത്തെ തടവിലാക്കപ്പെട്ട ആളുകൾ, അവരെ മോചിപ്പിക്കുക. അതുപോലെ വേറെയും കുറേ ആവശ്യങ്ങളൊക്കെ അവർ പറഞ്ഞു. ഡിമാൻഡഡ് ദ റിലീസ് ഓഫ് പ്രിസണേഴ്സ് ആൻഡ് ത്രെറ്റൻ ടു കിൽ ദ പാസഞ്ചേഴ്സ് ഇഫ് ദർ ഡിമാൻഡ്സ് വെർ നോട്ട് മെറ്റ്. അപ്പോൾ ഇവർ പറഞ്ഞ കാര്യം അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ പ്ലെയിനിലുള്ള ആളുകളെയൊക്കെ കൊല്ലുമെന്നായിരുന്നു ഇവർ പറഞ്ഞത്. They took control of the aircraft and held the passengers hostage for several hours. അപ്പോൾ കുറേ മണിക്കൂർ നേരത്തേക്ക് അവർ ഈ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ തടവിൽ വെച്ചു. How did Neerja Bhanot prevent the hijackers from identifying American passengers? അപ്പോൾ അമേരിക്കക്കാരായ യാത്രക്കാരെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നീർജ ബാനോട്ട് എന്താണ് ചെയ്തത്? അപ്പോൾ അമേരിക്കക്കാരായ യാത്രക്കാരോട് പ്രത്യേകം ഒരു വൈരാഗ്യം ഈ ഹൈജാക്കേഴ്സിനുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊല്ലാൻ അവർ ശ്രമിച്ചിരുന്നു. അപ്പോൾ നീർജ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നീർജ ക്ലവർലി ഹിഡ് ദ പാസ്പോർട്ട്സ് ഓഫ് അമേരിക്കൻ പാസഞ്ചേഴ്സ്. അമേരിക്കൻ യാത്രക്കാരുടെ പാസ്പോർട്ട് വളരെ തന്ത്രപൂർവ്വം ഒളിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഏത് രാജ്യക്കാരാണെന്നുള്ളത് പിടികിട്ടാതായി പോയി. വിച്ച് പ്രിവെന്റഡ് ദ ഹൈജാക്കേഴ്സ് ഫ്രം ഐഡന്റിഫൈങ് ദം. ദിസ് ആക്ഷൻ വാസ് ക്രൂഷ്യൽ ഇൻ സേവിങ് ദ ലൈഫ്സ് ഓഫ് ദോസ് പാസഞ്ചേഴ്സ്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാരായിട്ടുള്ള കുറേ ആളുകളെ അങ്ങനെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ആസ് ദ ഹൈജാക്കേഴ്സ് വർ ടാർഗറ്റിംഗ് അമേരിക്കൻസ് സ്പെസിഫിക്കലി. അപ്പോൾ ഇവർ പ്രത്യേകമായിട്ട് അമേരിക്കക്കാരെ തെരഞ്ഞു പിടിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് ഏത് രാജ്യക്കാരാണെന്നുള്ളത് അവരുടെ പാസ്പോർട്ടിലാണ് നോക്കുന്നത്. അപ്പോൾ അത് വളരെ തന്ത്രപൂർവ്വം എടുത്ത് ഒളിപ്പിച്ചു വെക്കാൻ നീർജയ്ക്ക് കഴിഞ്ഞു. വൈ ഡിഡ് ദ ഹൈജാക്കേഴ്സ് ഓപ്പൺ ഫയർ ഓൺ ദ പാസഞ്ചേഴ്സ്? എന്തുകൊണ്ടാണ് ഇവർ യാത്രക്കാരെ ആക്രമിക്കാൻ തുടങ്ങിയത്? കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ യാത്രക്കാരെ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. എന്താണ് കാരണം? The hijackers opened fire on the passengers due to escalating tensions. അപ്പോൾ ടെൻഷൻ ഇങ്ങനെ കൂടി വരികയാണ്. ഇത്രയും നേരം ഇവരെ തടവിൽ വെച്ചിട്ടും ഒരു തീരുമാനവും ആകുന്നില്ല. And the frustration as their demands were not met. അതുപോലെ അവരുടെ ഡിമാൻഡുകളൊന്നും അംഗീകരിച്ചു കൊടുക്കാത്തതിലുള്ള ദേഷ്യം. They became increasingly agitated after holding the passengers hostage for a long period, leading to tragic and violent outcomes. ഇത്രയും നേരം തടവിൽ വെച്ചിട്ടും ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവർ ആളുകളെ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. ഇനി അടുത്ത ചോദ്യം, ഹൗ ഡസ് നീർജാസ് ഫാമിലി കീപ് ദ മെമ്മറി ഓഫ് ഹെർ സാക്രിഫൈസ് അലൈവ്? അപ്പോൾ നീർജയുടെ കുടുംബം എങ്ങനെയാണ് ഇവർ ചെയ്ത ഈ ഒരു വലിയ ഒരു ബലിദാനം, ഇതിൻ്റെ ഓർമ്മ എങ്ങനെയാണ് നിലനിർത്തുന്നത്? അപ്പോൾ നീർജാസ് ഫാമിലി കീപ്സ് ഹെർ മെമ്മറി അലൈവ് ബൈ എസ്റ്റാബ്ലിഷിംഗ് നീർജ ബാനോട്ട് പാനയം ട്രസ്റ്റ്. അപ്പോൾ ഇവരൊരു ട്രസ്റ്റ് ആരംഭിക്കുകയാണ്. നീർജയുടെ പേരിൽ കുടുംബാംഗങ്ങൾ ഒരു ട്രസ്റ്റ് ആരംഭിക്കുന്നു. വിച്ച് റെക്കഗ്നൈസ് ആൻഡ് ഓണേഴ്സ് ഇന്ത്യൻ വിമൻ ഹു ഫൈറ്റ് സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് എയർലൈൻ ക്രൂ മെമ്പേഴ്സ് ഹു ഡിസ്പ്ലേഡ് കറേജ് ഇൻ ക്രൈസിസ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകൾക്കാണ് ഇവർ ബഹുമാനിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അംഗീകരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ രണ്ട് തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത്, ഒന്ന് സാമൂഹിക അനീതികൾക്കെതിരെ പോരാടുന്ന സ്ത്രീകൾ, അതുപോലെ ധൈര്യം കാണിക്കുന്ന വിമാന യാത്രാ ജീവനക്കാർ. ഇങ്ങനെയുള്ള ആളുകളെ അവർ പ്രത്യേകം ഈ ഒരു ട്രസ്റ്റ് ആദരിച്ചിരുന്നു. അതുപോലെ തന്നെ അഡീഷണലി ഹെർ സ്റ്റോറി ഹാസ് ബീൻ കമമറേറ്റഡ് ത്രൂ അവാർഡ്സ്, ഡോക്യുമെന്ററീസ് ആൻഡ് ഫിലിംസ്, എൻഷുറിംഗ് ദാറ്റ് ഹെർ ബ്രേവറി ആൻഡ് സാക്രിഫൈസസ് ആർ റിമെമ്പേർഡ് ബൈ ഫ്യൂച്ചർ ജനറേഷൻസ്. അപ്പോൾ വരാൻ പോകുന്ന ഭാവി തലമുറയിലുള്ള ആളുകൾ ഇവരെ അനുസ്മരിക്കാനായിട്ട് ഇവരുടെ കഥകൾ, അതുപോലെ തന്നെ പല രീതിയിലുള്ള ഡോക്യുമെന്ററികൾ, സിനിമകൾ തുടങ്ങിയവയെല്ലാം നിർമ്മിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ അവരുടെ ഓർമ്മകൾ നിലനിർത്തി ആ കുടുംബം മുന്നോട്ട് പോയി. ഇനി നമുക്ക് ഇതിൻ്റെ ലെറ്റ്സ് റിവൈൻഡ് സെക്ഷനിലേക്ക് പോകാം. ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ലെറ്റ്സ് റിവൈൻഡ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് നീർജ ബാനോട്ട്സ് സാക്രിഫൈസ്? നീർജ ബാനോട്ടിൻ്റെ ഈ ഒരു ബലിയർപ്പണം, അല്ലെങ്കിൽ ഇവർ ചെയ്ത ഈ ഒരു സാക്രിഫൈസ്, ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ഹൗ ഡിഡ് ദ വേൾഡ് ഓണർ നീർജ? നീർജ എങ്ങനെയാണ് ലോകം ആദരിക്കുന്നത്? അപ്പോൾ ഇവിടെ ഈ രീതിയിൽ നമുക്ക് എഴുതാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് നീർജ ബാനോട്ട് സാക്രിഫൈസ്? നീർജ ബാനോട്ട് സാക്രിഫൈസ് ഇസ് സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ഇറ്റ് എക്സംപ്ലിഫൈസ് എക്സ്ട്രാordinary ബ്രേവറി ആൻഡ് സെൽഫ്ലെസ്നെസ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ ഇവരുടെ ധീരതയാണ്. മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ്. During the hijacking of Pan Am Flight 73, she risked her life to save the passengers. അപ്പോൾ യാത്രക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ഇവർ അപകടത്തിലാക്കുകയായിരുന്നു.
particularly by hiding the passports of American passengers to protect them from hijackers. അപ്പോൾ ഈ ഹൈജാക്കേഴ്സിൽ നിന്ന് അമേരിക്കക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പാസ്പോർട്ടുകളെല്ലാം എടുത്ത് ഒളിപ്പിച്ചു വെക്കുകയാണ്. Her actions not only saved many lives but also highlighted the importance of courage and leadership in crisis situations. അപ്പോൾ ഇവരുടെ ഈ ധൈര്യവും അതുപോലെ നേതൃത്വ പാഠവും കഴിവും എല്ലാം ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ്. അത് മാത്രമല്ല ഇവരുടെ ഈ പ്രവൃത്തികൾ ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. Neerja's heroism serves as an inspiring example of how one individual can make a profound difference in the lives of others even at the cost of their own life. എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാം, സ്വന്തം ജീവൻ കൊടുത്തിട്ട് ആണെങ്കിലും മറ്റുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഇവരിവിടെ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ നല്ല ഒരു പ്രചോദനമാകുന്ന ഒരു ഉദാഹരണമായി നിലനിൽക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ വേൾഡ് ഓണർ നീർജ? നീർജ എങ്ങനെയാണ് ലോകം ബഹുമാനിച്ചത്? ദ വേൾഡ് ഓണേർഡ് നീർജ ബാനോട്ട് ഇൻ സെവറൽ വേസ്, പല രീതിയിലാണ്. ഷീ വാസ് പോസ്റ്റ്യുമസ്ലി അവാർഡഡ്, ഇവരുടെ മരണാനന്തരം ഇവർക്ക് ഈ അവാർഡുകൾ സമർപ്പിച്ചു. എന്തൊക്കെയാണ്? ഇന്ത്യാസ് ഹയസ്റ്റ് പീസ് ടൈം ഗാലൻട്രി അവാർഡ്, നേരത്തെ നമ്മൾ പറഞ്ഞ അശോക ചക്ര അവാർഡ്, ഇൻ എ സെറിമണി അറ്റൻഡഡ് ബൈ ഡിഗ്നിറ്ററീസ് ആൻഡ് ഹെർ ഫാമിലി. അഡീഷണലി ഷീ റിസീവ്ഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഗ്രസ് സ്പെഷ്യൽ കറേജ് അവാർഡ്. അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഒരു അവാർഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസ് സ്പെഷ്യൽ കറേജ് അവാർഡ്. അതുപോലെ ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ ഹീറോയിസം അവാർഡ്. Her legacy continues through Neerja Banot Pan AM Trust. അതുപോലെ തന്നെ ഈ ഇവർ പുതുതായിട്ട് തുടങ്ങിയ ഈ ഒരു ട്രസ്റ്റ്, ഇതിലൂടെ ഒരുപാട് ആളുകളെ അവർ ബഹുമാനിക്കുകയും അവർക്ക് ബഹുമതി നൽകുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു പേരിലൂടെ വീണ്ടും ഇവരുടെ ഓർമ്മകൾ ഇങ്ങനെ നിലനിർത്തി. വിച്ച് റെക്കഗ്നൈസസ് വിമൻ ഫൈറ്റിംഗ് സോഷ്യൽ ഇൻജസ്റ്റിസ്, സാമൂഹിക അനീതിക്കെതിരെ പോരാടുന്ന സ്ത്രീകൾക്കും അതുപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എയർലൈൻ ക്രൂ മെമ്പേഴ്സ് സ്ത്രീകൾക്ക് ഒക്കെ ഈ ഒരു പല അവാർഡുകളൊക്കെ കൊടുക്കുന്ന ഒരു ട്രസ്റ്റായിരുന്നു അത്. Furthermore, her story was immortalized in 2016 Bollywood film Neerja. അതുപോലെ തന്നെ 2016 ഇറങ്ങിയ ഒരു ഹിന്ദി സിനിമയുണ്ട്. ഈ സിനിമയുടെ പേര് നീർജ എന്നാണ്. അപ്പോൾ ഈ സിനിമയിലൂടെ ഈ നീർജയുടെ കഥ അനശ്വരമാക്കി, which brought her bravery and sacrifice to a wider audience, ensuring that her heroism is remembered and celebrated. അപ്പോൾ ഇവരുടെ ഈ ഒരു ഹീറോയിസം അത് എല്ലാവരും അംഗീകരിക്കുന്നു, അതുപോലെ തന്നെ അവർ എക്കാലവും ഓർക്കും. ഈ ഒരു സിനിമയിലൂടെ ഇവരുടെ ഈ ഒരു ചരിത്രം ഒരുപാട് ആളുകളിലേക്കും എത്തി എന്ന് പറയുകയാണ്.